Okay, so ആദ്യം നമുക്ക് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് അതിന്റെ കുറച്ച് ബേസിക്സ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്താ നമുക്ക് നോക്കാം. ഓക്കെ, സോ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ്. ഓക്കെ, സോ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് എന്ന് പറഞ്ഞാൽ this is actually a branch of science that deals with the behavior of a body. അതായത് say for example ഇതൊരു ബോഡി ആണെന്ന് വിചാരിക്കുക. Okay, so what is the behavior of the body? Behavior of this body which is either at rest. ഒന്നുകിൽ ഈ ബോഡി എന്തായിരിക്കും, റെസ്റ്റിലായിരിക്കും. അത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു, സ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞായിരുന്നു, സ്റ്റാറ്റിക്സ്. ഓക്കെ, അല്ലെങ്കിൽ ഈ ബോഡി എന്തിലായിരിക്കും, മോഷനിലായിരിക്കും. മോഷനിൽ. സോ what is the behavior of this body? That body which is either at rest or in motion. മോഷൻ അല്ലെങ്കിൽ മൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് അപ്ലൈ ചെയ്യണം, ഫോഴ്സ് അപ്ലൈ ചെയ്യണം. ഫോഴ്സ്. അതായത് ഈ ബോഡിയിൽ ഈ ബോഡി മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ബോഡിയിലോട്ട് എന്ത് അപ്ലൈ ചെയ്യണം, ഫോഴ്സ് അപ്ലൈ ചെയ്യണം. ഫോഴ്സ്. ഓക്കെ, so what is engineering mechanics? Engineering mechanics means this is the branch of science. This is the branch of science that deals with the behavior of any body. Okay, behavior of any body. And ഒന്നുകിൽ ആ ബോഡി എന്തിലായിരിക്കും, ആ ബോഡി റെസ്റ്റിലായിരിക്കും. റെസ്റ്റിലാണെങ്കിൽ നമ്മൾ അതിനെ എന്തെന്ന് പറയും, സ്റ്റാറ്റിക്സ് എന്ന് പറയും. സ്റ്റാറ്റിക്സ്. അതല്ല മോഷനിലാണെങ്കിൽ നമ്മൾ അതിനെ എന്തെന്ന് പറയും, ഡൈനാമിക്സ് എന്ന് പറയും. ദാറ്റ് ഈസ് കോൾഡ് ഡൈനാമിക്സ്. ഓക്കെ, അപ്പോൾ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ഈസ് classified into two. Okay, so engineering mechanics is classified into two. That is, one is statics, and what is the next one? Next one is the dynamics. Okay, statics and dynamics. Statics എന്ന് പറഞ്ഞാൽ ബോഡി എന്തിലായിരിക്കും, ബോഡി റെസ്റ്റിലായിരിക്കും. ഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ ബോഡി എന്തിലായിരിക്കും, ബോഡി ഇൻ മോഷനിലായിരിക്കും. ഓക്കെ, ഇനി ഇത്രയും ക്ലിയർ ആണോ? ഓക്കെ, then classification of mechanics. So engineering mechanics is classified into mechanics of solids, that is MOS. അല്ലെങ്കിൽ ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് മെക്കാനിക്സ് ഓഫ് സോളിഡ്സ്. മെക്കാനിക്സ് ഓഫ് സോളിഡ്സ്. And next is the MOF. ഹലോ, കേൾക്കാമോ? വരും. സാറ് എഴുതുന്നുണ്ടോ? ഞാൻ എഴുതുന്നുണ്ട്. അവിടെ കിട്ടുന്നില്ലേ? ഇല്ലില്ല, ബോഡിയുടെ ഡയഗ്രാം വരച്ചേക്കുന്നത് കാണാം. അത് കഴിഞ്ഞ് ക്ലാസിഫിക്കേഷൻ കിട്ടിയിട്ടില്ല. ക്ലാസിഫിക്കേഷൻ അവിടെ വരുന്നില്ല അല്ലേ? ഓക്കെ, ഇല്ല. 1 minute. ഇപ്പൊ കാണാമെന്ന് നോക്കിയേ. ഇപ്പൊ കാണാം? ഇല്ല സർ, ഫ്രണ്ട് സൂമിന്റെ ഫ്രണ്ട് പേജ് ആകാൻ.
ഇപ്പൊ കാണാം സർ. കാണാം. കാണാം. ക്ലാസിഫിക്കേഷൻ വന്നോ? ക്ലാസിഫിക്കേഷൻ വന്നോ? Mechanics of solids. Okay. Okay. So the second one is the MOF. MOF എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സ് ആയിരിക്കും. മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സ്. ഓക്കെ, ഇതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. സോളിഡ്സ് ഡീൽ ചെയ്യുവാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് അല്ലെങ്കിൽ MOS. ഫ്ലൂയിഡ്സ് ആണെങ്കിൽ, ഫ്ലൂയിഡ്സിന്റെ മെക്കാനിക്സ് ആണെങ്കിൽ അതിനെ നമ്മൾ മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സ് എന്ന് പറയും. ഓക്കെ, സോ ഫ്ലൂയിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ലിക്വിഡ്. ഓക്കെ, അതൊക്കെയാണ് നമ്മുടെ ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്ന് പറയും. അതൊക്കെ ഇതെല്ലാം നിങ്ങൾക്ക് ഹയർ സെമസ്റ്ററിലൊക്കെ പഠിക്കാം. നിങ്ങൾ മെക്കാനിക്കലാണോ വരും? മെക്കാനിക്കലാണോ? മെക്കാനിക്കൽ ബ്രാഞ്ച് മെക്കാനിക്കൽ. ഓക്കെ, അപ്പൊ ഇതെല്ലാം ഈ MOS എന്ന് പറയുന്നത്. ഹലോ വരുൺ, കേൾക്കാമോ? ഹലോ സാർ, ഇപ്പൊ കേൾക്കാം. ഇടയ്ക്ക് നെറ്റിന്റെ ഒരു പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ടാ. ഓക്കെ ഓക്കെ, സോ മെക്കാനിക്സ് കാണാമോ? വൈറ്റ് ബോർഡ് കാണാമോ എന്റെ? കാണാം സാർ. Okay, so mechanics is classified into, one is MOS, that means mechanics of solids, and next is the MOF. MOF means mechanics of fluids. Okay, ഇനി ഈ മെക്കാനിക്സ് ഓഫ് സോളിഡ്സിനെ തന്നെ വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഈസ് മെക്കാനിക്സ് ഓഫ് റിജിഡ് ബോഡീസ്. മെക്കാനിക്സ് ഓഫ്, കാണുന്നുണ്ടോ വരുൺ? ഞാൻ എഴുതുന്നത് കാണുന്നുണ്ടോ? ഉണ്ട് സാർ. ഓക്കെ, സോ മെക്കാനിക്സ് ഓഫ് റിജിഡ് ബോഡീസ്. ദെൻ നെക്സ്റ്റ് ഈസ് ദി മെക്കാനിക്സ് ഓഫ് deformable bodies. ഹലോ സാർ. ഹലോ വരുൺ. സാർ ഇപ്പൊ കേൾക്കാം. ഓക്കെ, ഇടയ്ക്ക് കട്ടായി, എന്താണെന്നറിയില്ല. ഓക്കെ ഓക്കെ ഓക്കെ, so mechanics is rigid bodies പറഞ്ഞു. mechanics of, അതായത് mechanics is classified into two. One is MOS and next is MOF, and this mechanics of solids is again divided into mechanics of rigid bodies, and next is the mechanics of deformable bodies. ഓക്കെ, റിജിഡ് ബോഡി എന്ന് പറയുന്ന ഈ പേരിൽ തന്നെ ഉണ്ട്. റിജിഡ് ബോഡി ഉണ്ട്, ഡീഫോമബിൾ ബോഡി ഉണ്ട്. നമ്മളൊരു ബോഡിയിലോട്ട് അല്ലെങ്കിൽ ആ ബോഡിയിൽ എന്തെങ്കിലുമൊക്കെ ഡീഫോമേഷൻ ഉണ്ടാവുകയാണെങ്കിൽ നമ്മളൊരു ഫോഴ്സ് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇതൊരു ബോഡി. ഓക്കെ, സോ ഈ ബോഡിയിലോട്ട് ഞാനൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഈ ബോഡിക്ക് എന്ത് സംഭവിക്കും? ഈ ബോഡിക്ക് ഡീഫോമേഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ആ ഡീഫോമേഷൻ നമ്മൾ റിജിഡ് ബോഡീസിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഡീഫോമേഷൻ എല്ലാം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ നെഗ്ലക്ട് ചെയ്യും. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അതായത് നമ്മളിപ്പോ ഒരു ബോഡിയിലോട്ട് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ആ ബോഡിക്ക് സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? ഡീഫോമേഷൻ ഉണ്ടാവും. ഡീഫോമേഷൻ. അപ്പൊ ആ ഡീഫോമേഷൻ നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത്, ആ ബോഡിയുടെ ബിഹേവിയർ അനലൈസ് ചെയ്യുന്ന സമയത്ത് ആ ഡീഫോമേഷൻ നമ്മൾ കൺസിഡർ ചെയ്യത്തില്ല, നെഗ്ലക്ട് ചെയ്യും. അങ്ങനെയുള്ള ബോഡീസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റിജിഡ് ബോഡീസ് എന്ന് പറയും. റിജിഡ് ബോഡീസ്. അതേസമയം അപ്പൊ ഡീഫോമബിൾ ബോഡീസ് എന്തായിരിക്കും? ഡീഫോമബിൾ ബോഡീസിൽ നമ്മൾക്ക് ഡീഫോമേഷൻ എന്ത് ചെയ്യത്തില്ല? നമ്മൾ നെഗ്ലക്ട് ചെയ്യത്തില്ല, അതുകൂടെ കൺസിഡർ ചെയ്യും.
റിഫ്ലക്ട് ചെയ്യത്തില്ല. Okay, that is called a deformable bodies. അപ്പോൾ ഒന്നുകൂടെ ഓർത്തെ, മെക്കാനിക്സ് is classified into two: mechanics of solids and mechanics of fluids. Mechanics of solids is again classified into two: rigid body, mechanics of rigid bodies, and mechanics of deformable bodies. Rigid bodies എന്ന് പറഞ്ഞാൽ ആ ബോഡിയിൽ ഉണ്ടാവുന്ന deformation നമ്മൾ neglected. The deformation, yeah, deformation can be neglected in the analysis. That is known as rigid bodies. Whereas deformable bodies means bodies which undergo deformation under the application of forces are known as deformable bodies. ഇത് രണ്ടും ക്ലിയർ ആയോ പറഞ്ഞത്? റിജിഡ് ബോഡി ആൻഡ് deformable bodies. മനസ്സിലായി. ഓക്കെ, നമ്മള് മെക്കാനിക്സില് ഈ റിജിഡ് ബോഡി മെക്കാനിക്സ് ആണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. എന്താണ് നമ്മള് മെക്കാനിക്സില്? റിജിഡ് ബോഡി മെക്കാനിക്സ്. റിജിഡ് ബോഡി മെക്കാനിക്സ്. അപ്പൊ റിജിഡ് ബോഡി മെക്കാനിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ബോഡിക്ക് ഉണ്ടാവുന്ന ഡീഫോർമേഷൻ എല്ലാം എന്താണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ഡീഫോർമേഷൻ എല്ലാം എന്ത് ചെയ്യുന്നു? നമ്മൾ നെഗ്ലക്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് കോൾഡ് റിജിഡ് ബോഡി മെക്കാനിക്സ്. ദെൻ ഈ again this rigid body റെസ്റ്റിലാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു, അതിനെ നമ്മൾ പറയുന്ന പേരെന്തായിരുന്നു? സ്റ്റാറ്റിക്സ്. അതായത് റിജിഡ് ബോഡി എന്തിലാണ്? റെസ്റ്റിലാണ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ദാറ്റ് ഈസ് കോൾഡ് സ്റ്റാറ്റിക്സ്. ഓക്കെ, റിജിഡ് ബോഡി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡീഫോർമേഷൻ എന്ത് ചെയ്യുന്നു? അനാലിസിസിൽ നമ്മൾ നെഗ്ലക്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് കോൾഡ് റിജിഡ് ബോഡി റെസ്റ്റിലാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് സ്റ്റാറ്റിക്സ്. ചിലപ്പോൾ എക്സാമിന് ചോദിക്കും, വാട്ട് ഡു യു മീൻ ബൈ സ്റ്റാറ്റിക്സ് എന്ന് ചോദിക്കും എക്സാമിന്. ഓക്കെ, അപ്പൊ എക്സാമിന് വെറുതെ റെസ്റ്റ് എന്ന് എഴുതി വെക്കാം, വെറുതെ ബോഡി റെസ്റ്റിലാണെന്ന് എഴുതരുത്. അതിന് പകരം റിജിഡ് ബോഡി എന്ന് തന്നെ എഴുതണം. കേട്ടോ വരുൺ? പറഞ്ഞ കേട്ടോ? ഓക്കെ, then next is the അപ്പൊ സ്റ്റാറ്റിക്സ് ഞാൻ പറഞ്ഞു. റിജിഡ് ബോഡീസ് മോഷനിലാണെങ്കിൽ then that is called എന്താണ്? ഡൈനാമിക്സ്. That is called dynamics. Okay, then ഈ ഡൈനാമിക്സിനെ നമ്മൾ വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞായിരുന്നു, ഓർമ്മയുണ്ടായിരിക്കും. കൈനറ്റിക്സ് ആൻഡ് യെസ്, കൈനറ്റിക്സ് ആൻഡ് കൈനമാറ്റിക്സ്. ഓക്കെ, സോ ഡൈനാമിക്സ് അത് ഏതിനെയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്? ഡൈനാമിക്സിനെയാണ് ഡിവൈഡ്. ദിസ് ഡൈനാമിക്സ് ഈസ് അഗൈൻ ഡിവൈഡഡ് ഇൻടു കൈനറ്റിക്സ് ആൻഡ് കൈനമാറ്റിക്സ്. അപ്പൊ ഇനി നമ്മൾ നോക്കേണ്ടത് എന്താണ് കൈനറ്റിക്സ്, എന്താണ് കൈനമാറ്റിക്സ്. ഓക്കെ, സോ കൈനറ്റിക്സ് ആണെങ്കിലും കൈനമാറ്റിക്സ് ആണെങ്കിലും ബോഡി എന്തിലാണ്? ബോഡി മോഷനിലാണ്. ശരിയല്ലേ? മോഷൻ. അതായത് ഡൈനാമിക്സിന്റെ രണ്ട് ബ്രാഞ്ച് ആണ് കൈനമാറ്റിക്സും കൈനറ്റിക്സും. ഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിജിഡ് ബോഡി ഇൻ മോഷൻ ഈസ് കോൾഡ് ഡൈനാമിക്സ്. സോ കൈനമാറ്റിക്സും കൈനറ്റിക്സും എന്ന് പറഞ്ഞാൽ ബോഡി എന്തിലാണ്? ബോഡി മോഷനിലാണ്. അപ്പൊ ബോഡി മൂവ് ചെയ്യുന്ന സമയത്ത് അതിലെന്തോ ഉണ്ട്? അതിൽ ഫോഴ്സ് ഉണ്ട്, അല്ലെ? ഈ ഫോഴ്സ് നമ്മൾ എന്ത് ചെയ്യത്തില്ല? ഈ ഫോഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യത്തില്ല. വിത്തൗട്ട് കൺസിഡർ. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കൈനമാറ്റിക്സ് എന്ന് പറയുന്നത്. കൈനമാറ്റിക്സ്. ഓക്കെ, അതേസമയം ഈ മോഷന്റെ കൂടെ തന്നെ നമ്മൾ അതിലുണ്ടാവുന്ന ഫോഴ്സ് അല്ലെങ്കിൽ അതിലുണ്ടാവുന്ന ഫോഴ്സും കൂടെ നമ്മൾ എന്ത് ചെയ്യും? ഈ മോഷന് കാരണമാകുന്ന ഫോഴ്സ് കൂടെ നമ്മൾ കൺസിഡർ ചെയ്ത് അനലൈസ് ചെയ്യും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കൈനറ്റിക്സ് എന്ന് പറയും. ദാറ്റ് ഈസ് കോൾഡ് കൈനറ്റിക്സ്. ക്ലിയർ? ഇത്രയും ക്ലിയർ ആണോ? ഓക്കെ, മനസ്സിലായി. ശരി, അപ്പൊ ഇതാണ് മെക്കാനിക്സിന്റെ ഒരു ഓവറോൾ ഐഡിയ. സോ വാട്ട് ഈസ് അപ്പൊ മെക്കാനിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഈസ് മെക്കാനിക്സ് മീൻസ് ഇറ്റ് ഈസ് ബ്രാഞ്ച് ഓഫ് സയൻസ് ദാറ്റ് ഡീൽസ് വിത്ത് ദി ബിഹേവിയർ ഓഫ് എ ബോഡി. ഒരു ബോഡിയുടെ ബിഹേവിയർ ഓഫ് എ ബോഡി
which is either at rest അല്ലെങ്കിൽ or in motion under the action of forces. Okay. Mechanics is classified into two. One is statics and dynamics. അതിനു മുമ്പായിട്ട് മെക്കാനിക്സ് is actually divided into two. Mechanics of solids and mechanics of fluids. Solids എന്ന് പറഞ്ഞാൽ സോളിഡിന്റെ മെക്കാനിക്സ്, സോളിഡിന്റെ ബിഹേവിയർ ഒക്കെ നമ്മൾ പഠിക്കുന്നതിനെയാണ് മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് എന്ന് പറയുന്നത്. അതേസമയം ഫ്ലൂയിഡിന്റെ ബിഹേവിയർ അല്ലെങ്കിൽ ഫ്ലൂയിഡിന്റെ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നതിനെയാണ് നമ്മൾ മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ് അല്ലെങ്കിൽ ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്ന് പറയുന്നത്. മെക്കാനിക്സ് ഓഫ് സോളിഡ്സിനെ അഗെയിൻ ക്ലാസിഫൈഡ് ഇൻ ടു റിജിഡ് ബോഡി മെക്കാനിക്സ് ആൻഡ് ഡിഫോമബിൾ ബോഡീസ്. റിജിഡ് ബോഡി നമ്മൾ ഡീൽ ചെയ്യുന്ന എന്താണ്? റിജിഡ് ബോഡി മെക്കാനിക്സ് ആണ്. റിജിഡ് ബോഡി മെക്കാനിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡീഫോർമേഷൻ എല്ലാം എന്ത് ചെയ്യുന്നു? നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ആ ബോഡിക്ക് ഉണ്ടാവുന്ന ഡീഫോർമേഷൻ എല്ലാം നമ്മൾ നെഗ്ലക്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് കോൾഡ് റിജിഡ് ബോഡി. ഓക്കെ. നിങ്ങൾക്ക് S3 തേർഡ് സെമസ്റ്ററിൽ ഒരു പേപ്പർ ഉണ്ട്. ദാറ്റ് ഈസ് ദ മെക്കാനിക്സ് ഓഫ് ഡീഫോമബിൾ ബോഡീസ്. ഓക്കെ. ഡീഫോമബിൾ ബോഡീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ബോഡിക്ക് ഉണ്ടാവുന്ന ഡീഫോർമേഷൻസും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ ഡീഫോമബിൾ ബോഡീസ് കൺസിഡർ ചെയ്യുന്നു. ഓക്കെ. റിജിഡ് ബോഡിയെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. സ്റ്റാറ്റിക്സും ഡൈനാമിക്സും ഉണ്ട്. സ്റ്റാറ്റിക്സ് മീൻസ് ബോഡി അറ്റ് റെസ്റ്റ്, rigid body at rest, where dynamics means rigid body in motion. Again, dynamics is classified into two: kinematics and kinetics. Kinematics means we are actually not without consider the forces that affects the motion. Okay, force നമ്മൾ കൺസിഡർ ചെയ്യത്തില്ല. നമ്മൾ ആ ബോഡി നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ആ മോഷനിലുള്ള ബോഡിയെ നമ്മൾ അനലൈസ് ചെയ്യും. അനലൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ മോഷനിലുള്ള ബോഡി അനലൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ പൊസിഷൻ, അതിന്റെ വെലോസിറ്റി, അതിന്റെ ആക്സിലറേഷൻ എക്സെട്ര. ഓക്കെ. ഫോഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യത്തില്ല. ദാറ്റ് ഈസ് കോൾഡ് കൈനമാറ്റിക്സ്. അതേസമയം അതിന്റെ പൊസിഷൻ, വെലോസിറ്റി, ആക്സിലറേഷൻ, അതിന്റെ കൂടെ ഫോഴ്സും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ദാറ്റ് ഈസ് കോൾഡ് കൈനറ്റിക്സ്. ഓക്കെ. ഓക്കെ. അപ്പൊ ഡീഫോമബിൾ ബോഡീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ആ ബോഡിക്ക് ഡീഫോർമേഷൻ ഉണ്ടാവുന്നു, അതുകൂടെ നമ്മൾ കൺസിഡർ ചെയ്യും. അതിനാണ് ഡീഫോമബിൾ ബോഡീസ് എന്ന് പറയുന്നത്. അത് അഗെയിൻ ഈ ഡീഫോമബിൾ ബോഡീസിനെ അഗെയിൻ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. തിയറി ഓഫ് അതൊന്നും ഇപ്പൊ പഠിക്കണ്ട, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. തിയറി ഓഫ് ഇലാസ്റ്റിസിറ്റി ആൻഡ് തിയറി ഓഫ് പ്ലാസ്റ്റിസിറ്റി. ഇതൊക്കെ MOS പഠിക്കുമ്പോൾ പഠിക്കും. ഇപ്പൊ അതൊന്നും പഠിക്കണ്ട. ഓക്കെ. ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. Mechanics of solids, solidsile deformable bodies, again two classification ഉണ്ട്. എന്താണ്? Theory of elasticity and theory of plasticity. Okay. Then mechanics of fluid എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? Mechanics of fluid എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലൂയിഡിന്റെ പഠനം, ഫ്ലൂയിഡിന്റെ ബിഹേവിയർ, അതിനെയാണ് നമ്മൾ മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ് അല്ലെങ്കിൽ ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്ന് പറയുന്നത്. ഓക്കെ. ക്ലിയർ? ഇത്രയും ക്ലിയർ ആണല്ലോ? ഓക്കെ, ശരി. ഇത്രയാണ് മെക്കാനിക്സിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഓക്കെ. ഇനി നമുക്ക് കുറച്ച് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് അറിയണം. ഓക്കെ. 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 So fundamental principles. Next is the fundamental principles of mechanics. Fundamental principles of mechanics. Fundamental principles of mechanics. Okay. So ഞാൻ ഇവിടെ എഴുതുന്ന കാണുന്നുണ്ടല്ലോ അല്ലേ? ഉണ്ട് സർ, കാണാം. ഓക്കെ. സോ ആദ്യത്തേതാണ് നമുക്ക് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ. കേട്ടിട്ടുണ്ടല്ലോ അല്ലെ? ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ. എത്ര ലോ ഉണ്ട്? 3 ലോ. ഓക്കെ. സോ ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഉണ്ട്, ദെൻ ന്യൂട്ടൺസ് സെക്കൻഡ് ലോ ഉണ്ട്, ദെൻ എന്തുണ്ട്? ന്യൂട്ടൺസ് തേർഡ് ലോ ഉണ്ട്. ഓക്കെ. ഫസ്റ്റ് ലോ ഓർമ്മയുണ്ടോ എന്താന്ന്? എവരി ബോഡി റെസ്റ്റിലോ has a tendency to remain. Yes. അതായത് എവരി ബോഡി കണ്ടിന്യൂസ് ഇൻ ഇറ്റ്സ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ in its state of uniform motion in a straight line
unless and until it is acted upon by an external force. അതായത് ഒരു ബോഡി, അതായത് ഒരു ബോഡിയാണെന്ന് വിചാരിക്കാം. ദിസ് ഇസ് ബോഡി. ഈ ബോഡി ഒന്നുകിൽ ഐദർ റെസ്റ്റ് അല്ലെങ്കിൽ മോഷൻ. അപ്പൊ ഈ ബോഡി റെസ്റ്റിൽ ഇരിക്കുവാണെങ്കിൽ ഈ ബോഡി എന്താണ്, റെസ്റ്റിൽ തന്നെ ഇരിക്കും. അതല്ല ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുവാണെങ്കിൽ അതൊരു യൂണിഫോം മോഷൻ സ്ട്രെയിറ്റ് ലൈനിൽ കൂടെ മൂവ് ചെയ്യും. അൺലെസ് ഇറ്റ് ഈസ് ആക്റ്റഡ് അപ്പോൺ ബൈ ആൻ എക്സ്റ്റേണൽ ഫോഴ്സ്. അതായത് നമ്മളൊരു എക്സ്റ്റേണൽ ഫോഴ്സ് ഈ ബോഡിക്ക് അപ്ലൈ ചെയ്താൽ എന്ത് സംഭവിക്കും? റെസ്റ്റിലിരിക്കുന്ന ബോഡി ആണെങ്കിൽ അത് എന്ത് ചെയ്യും? റെസ്റ്റിലിരിക്കുന്ന ബോഡി ആണെങ്കിൽ അത് മൂവ് ചെയ്യും. ഓക്കെ. അല്ലെങ്കിൽ മോഷനിൽ ഇരിക്കുന്ന ഒരു ബോഡി ആണെങ്കിൽ അതിന്റെ സ്പീഡ് മേ ബി കുറയാം, ആക്സിലറേഷൻ സംഭവിക്കാം, അല്ലെങ്കിൽ ഡീസിലറേഷൻ സംഭവിക്കാം, അല്ലെ? ഓക്കെ. സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ലോ. അപ്പൊ ഫസ്റ്റ് ലോയിൽ നിന്നാണ് നമുക്ക് ഫോഴ്സ് എന്നുള്ള ഒരു കൺസെപ്റ്റ് കിട്ടുന്നത്. ഫസ്റ്റ് ലോയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കൺസെപ്റ്റ് ആണ് എന്താണ്, അല്ലെങ്കിൽ അത് ഫസ്റ്റ് ലോ ആണ് എന്തിനെ ഡിഫൈൻ ചെയ്യുന്നത്? ഫോഴ്സിനെ ഡിഫൈൻ ചെയ്യുന്നത്. ഫോഴ്സിനെ ഡിഫൈൻ ചെയ്യുന്നത്. ഈ ലോ അതുപോലെ പഠിക്കണം കേട്ടോ. ഈ ലോ അതേപോലെ പഠിച്ചോണം കേട്ടോ. കാണാതെ തന്നെ പഠിച്ചോണം. ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ എന്ന് പറയുന്നത് അതൊരിക്കലും മറക്കാൻ പാടില്ല. എവറി ബോഡി കണ്ടിന്യൂസ് ഇൻ ഇറ്റ്സ്. അത് മറ്റേ ഏതൊരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെന്ന് പറഞ്ഞില്ലേ? ഏതാ ടെക്സ്റ്റ് ബുക്ക്? ബെഞ്ചമിന്റെ ജെ ബെഞ്ചമിൻ ഉണ്ടോ? കയ്യിലുണ്ടോ ഇപ്പൊ? ഉണ്ട് സർ. അതെടുത്തോ. അതിൽ ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ ഉണ്ടോ നോക്കി, ആദ്യം തുറന്നു നോക്കി കാണും. ഉണ്ട് സർ. ഓക്കെ. അതിനകത്തിൽ എന്തോ എഴുതിയേക്കുന്നു ഒന്ന് വായിച്ചു. ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ട്. Every body continues in its state of rest or of uniform motion in a straight line unless it is acted upon by some external force. Yes, അതന്നെ കറക്റ്റ്. അതന്നെ പറഞ്ഞത് അതന്നെ. ഓക്കെ. അത് അതുപോലെ കാണാൻ പഠിച്ചോണം. ഓക്കെ. ഇനി രണ്ടാമത്തെ സെക്കൻഡ് ലോ എന്താ എഴുതിയേക്കുന്നത് ഒന്ന് വായിച്ചു. അതിൽ the acceleration of a particle is proportional to the resultant force acting on it is in the direction of its force and is in the direction of this force. Yes, അതായത് സെക്കൻഡ് ലോ പറയുന്ന ഇത്രയേ ഉള്ളൂ. F is equal to mass into acceleration. ഇത്രയേ ഉള്ളൂ. അതായത് the acceleration of a particle, ഈ എ എന്ന് പറയുന്ന സ്മോൾ എ എന്ന് പറയുന്നത് എന്താണ്? വാട്ട് ഈസ് സ്മോൾ എ? Acceleration. So this acceleration will be proportional to the force. This is the force. This is the resultant force. അതായത് ആ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന റിസൾട്ടന്റ് ഫോഴ്സ്. ഓക്കെ. So this acceleration will be proportional to the resultant force. അതായത് ഇതൊരു ബോഡിയാന്ന് വിചാരിക്കും. This is body. ഓക്കെ. അപ്പൊ ഈ ബോഡിയുടെ മാസ് ആണ് M എന്ന് പറയുന്നത്. ഓക്കെ. ഈ ബോഡി ഒരു ആക്സിലറേഷനിൽ ആക്സിലറേഷൻ ഈസ് A. ഓക്കെ. മൂവ് ചെയ്യുന്നു. അപ്പൊ മൂവ് ചെയ്യുമ്പോൾ അതിനൊരു ഇനിഷ്യൽ വെലോസിറ്റി ഉണ്ട്. VI is the initial velocity and VF is the final velocity. ഓക്കെ. അപ്പൊ നമുക്ക് ന്യൂട്ടൺസ് സെക്കൻഡ് ലോ പറയുന്ന ഇതാണ്. F is equal to rate of change of momentum is directly proportional to the force acting on it എന്നാ പറയുന്നത്. Rate of change of momentum. So rate of change of momentum എന്ന് പറഞ്ഞാൽ initial momentum minus final momentum. Okay. But initial momentum എന്ന് പറഞ്ഞാൽ mass into final momentum minus initial momentum. മൊമെന്റത്തിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് ഇൻറ്റു വെലോസിറ്റി എന്നാണ്. ഓക്കെ. അപ്പൊ നമ്മൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റത്തിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു ഫൈനൽ വെലോസിറ്റി, ദാറ്റ് ഈസ് M into VF. ദിസ് ഇസ് ദ ഫൈനൽ മൊമെന്റം മൈനസ് M into VI. ദിസ് ഇസ് ദ ഇനിഷ്യൽ മൊമെന്റം. ഓക്കെ. റേറ്റ് ആയതുകൊണ്ട് നമ്മൾ ഡിവൈഡഡ് ബൈ T എന്ന് കൊടുക്കണം. ഓക്കെ. ദിസ് ഇസ് ദ ഇക്വേഷൻ.
അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി ഏതിനാണ്? ഫോഴ്സിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഈ എം ഇൻറ്റു എഫ് മൈനസ് വി എഫ് മൈനസ് എം ഇൻറ്റു വി ഐ ബൈ ടി എന്ന് പറയുന്നത് എന്താണ്? ദിസ് ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എന്താണ്? റേറ്റ് ഓഫ് മൊമെന്റം. This is the rate of change of momentum. Okay, F എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? Force acting on it. Okay, force acting on the body. അപ്പം rate of change of momentum is directly proportional to the force acting on it. Okay, അപ്പൊ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. F is equal to, ഇവിടെ രണ്ടിടത്തും നമുക്ക് M കോമൺ എടുക്കാം. M കോമൺ എടുത്തിട്ട് Vf minus Vi divided by T എന്ന് എഴുതാം. Okay, so that is equal to F is equal to M into ഇതിനെ ഈ Vf minus Vi by T, അതായത് velocity by time. Velocity by time എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ ആക്സിലറേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? ആക്സിലറേഷൻ. Okay, so F is equal to M into A. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. Clear? Clear, sir. Okay, so this is the equation of force. Force is equal to F into mass into acceleration. Okay, so next is the Newton's third law. Okay, Newton's third law എന്താ അതിൽ എഴുതിയിരിക്കുന്നത് വായിക്കോ? To every action there is an equal and opposite reaction. Yeah, അതാണ്. Okay, so to every action, അതായത് എന്തൊരു ആക്ഷനും എന്തുണ്ട്? There will be an equal and opposite reaction. Okay, which means the force of action and reaction between two bodies are equal in magnitude and opposite in direction. അതായത് നമ്മുടെ റോക്കറ്റ്, അതായത് to every action there is an equal, അതായത് ഏതൊരു ആക്ഷനും എന്തുണ്ട്? To every action there is an equal and എന്തുണ്ട്? And ഞാൻ എഴുതുന്ന ഇവിടെ കാണുന്നുണ്ടോ? ചെറുതായിട്ട് എഴുതുന്നത് കാണുന്നുണ്ടോ? Equal and opposite. Okay, equal and opposite reaction. Okay, അപ്പൊ ഈ മൂന്ന് ലോ അതേപോലെ തന്നെ പഠിച്ചോണം. ഈ മൂന്ന് ലോ എന്ന് പറയുന്നത് എന്താണ്? മെക്കാനിക്സിന്റെ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ആണ്. ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് മെക്കാനിക്സ്. ചിലപ്പോൾ എക്സാമിന് ചോദിക്കും ഫണ്ടമെന്റൽ അല്ലെങ്കിൽ ബേസിക് ലോസ് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് എന്ന് ചോദിച്ചാൽ ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ, ന്യൂട്ടൺസ് സെക്കൻഡ് ലോ ആൻഡ് ന്യൂട്ടൺസ് തേർഡ് ലോ എഴുതണം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് ഈസ് ദ അടുത്തൊരു ലോ ആണ് ന്യൂട്ടൺസ്. അതില് ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്ന് കൊടുത്തിട്ടുണ്ടോ? ആ ബുക്കിൽ ഉണ്ടോ? ഓക്കെ, കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ അതും ഇമ്പോർട്ടന്റ് ആണ്. അതും ഒന്ന് പേന വെച്ച് മാർക്ക് ചെയ്ത് വെച്ചോ ബുക്കിൽ. ഓക്കെ, സോ അതിനകത്തിൽ ഒരു ഇക്വേഷൻ കൊടുത്തേക്കുന്ന കണ്ടോ? F is equal to G m1 m2 divided by R square. ശരിയാണോ? കണ്ടോ? കൊടുത്തിട്ടുണ്ടോ? അതിൽ ഇങ്ങനെയാണോ കൊടുത്തേക്കുന്നത്? F is equal to G m1 m2 by R square. ഓക്കെ, ഇനി m1 എന്തോ നോക്കിയാൽ അവിടെ നോക്കി m1 എന്തോ എഴുതിയേക്കുന്നത്? M1 and M2 are the masses of particles. Okay. And R is the distance between the particles. അതായത് mass of F is the force of attraction. Yeah, mass of bodies അല്ലെങ്കിൽ particles അല്ലേ? Okay, m1 m2 means mass of bodies or particles. Then R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് പാർട്ടിക്കിൾ ആണ്. m1 m2 എന്ന് പറയുന്ന രണ്ട് പാർട്ടിക്കിൾ ആണ്. അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് എന്ത്? R. Okay, so this is m1, this is m2. ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് എന്ത്? R എന്ന് പറയുന്നത്. Okay, then what is G? എന്താണ് G? എന്താ അവിടെ എഴുതിയേക്കുന്നത്? വായിച്ചേ. G is the universal constant called constant of gravitation. Yes, okay, constant ആണ്. അതിന്റെ പേരെന്താണ്? Constant of gravitation. Constant of gravitation. Okay, അതിന്റെ വാല്യൂ കൊടുത്തിട്ടുണ്ടോ അവിടെ? ജിയുടെ വാല്യൂ ഉണ്ടോ? സ്മോൾ ജിയുടെ വാല്യൂ കൊടുത്തിട്ടുണ്ട്.
ഓക്കെ, സ്മോൾ ജിയുടെ വാല്യൂ കൊടുത്തിട്ടുണ്ട്, വേറെ ഇതിന്റെ ജിയുടെ വാല്യൂ കൊടുത്തിട്ടില്ല അല്ലേ? ഓക്കെ, ശരി ശരി. ഒരു ഫോർമുല കൊടുത്തിട്ടുണ്ട്. എന്താണ്? gm/r². എന്താ ഫോർമുല കൊടുത്തേക്കുന്നത്? സ്മോൾ ജി ഈസ് ഈക്വൽ ടു gm/r². ഓക്കെ, നോ പ്രോബ്ലം. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് ഈ എഫിന് എന്താ കൊടുത്തേക്കുന്നത് അവിടെ ആ ബുക്കിൽ? എഫിന് എന്താ കൊടുത്തേക്കുന്നത്? വാട്ട് ഈസ് എഫ്? F is the force of attraction. Yes, force of attraction. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്താന്ന് നോക്കിയേ. ഒന്ന് വായിച്ച അതിൽ എഴുതിയിട്ടുണ്ടോ? ഡെഫിനിഷൻ എഴുതിയിട്ടുണ്ടോ അതില് ബുക്കില്? ഓക്കെ, ഒന്ന് വായിച്ച എന്തോ എഴുതിയിരിക്കുന്നത്? Two particles are attracted towards each other along the line connecting them with a force whose magnitude is proportional to the product of their masses and inversely proportional to the square of the distance between them. Yes, അതായത് every body അല്ലെങ്കിൽ പാർട്ടിക്കിൾ ഇൻ ദിസ് യൂണിവേഴ്സ്, അതായത് നമ്മുടെ ഈ യൂണിവേഴ്സിലുള്ള ഏതൊരു ബോഡിയും എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ബോഡി മറ്റൊരു ബോഡി എന്ത് ചെയ്യുന്നുണ്ട്? അട്രാക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, attracts towards each other along the line connecting their mass centers. അതായത് ഇതാണ് മാസ് സെന്റേഴ്സ്, ഇതിന്റെ മാസ് സെന്റർ ആണിത്. അപ്പൊ ഇത് തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ് ഏത്? ക്യാപിറ്റൽ എഫ്. ശരിയാണോ? ഓക്കെ, സോ ദിസ്, അതായത് ഇത് തമ്മിൽ നമ്മുടെ ഈ യൂണിവേഴ്സിലുള്ള ബോഡീസ് തമ്മിൽ അട്രാക്ട് ചെയ്യുന്നു. അപ്പൊ ഇത് തമ്മിൽ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. ആ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ് ഏത്? ഈ ക്യാപിറ്റൽ എഫ് എന്ന് പറയുന്നത്. അതിന്റെ വാല്യൂ എത്രയാണ്? The magnitude of this force of attraction is directly proportional to, എന്തിനാണ് directly proportional? ഈ രണ്ട് ബോഡിയുടെ മാസിന് m1 m2. അതായത് this force of attraction will be directly proportional to m1. Again this force of attraction will be directly proportional to m2, and again this force of attraction will be inversely proportional to, എന്താണ്? ഇതിന്റെ ഡിസ്റ്റൻസിന്റെ സ്ക്വയർ. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് ഈ ഫോഴ്സിന് എന്ത് സംഭവിക്കും? ഫോഴ്സിന് കുറയും, ഫോഴ്സ് കുറയും. അതേസമയം മാസ് കൂടുന്നതിനനുസരിച്ച് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ത് ചെയ്യും? മാസ് കൂടുന്നതിനനുസരിച്ച് ഫോഴ്സ് ഓഫ് അട്രാക്ഷനും കൂടും, ഇൻക്രീസ് ചെയ്യും. അതേസമയം ഈ രണ്ട് ബോഡീസിന് ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ത് സംഭവിക്കും? ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറയും. ഓക്കെ, ക്ലിയർ? ഇത്രയും ക്ലിയർ ആണോ? ഓക്കെ, ശരി, ക്ലിയർ. ഇത്രയും ക്ലിയർ. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞത് ന്യൂട്ടൺസിന്റെ ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ ഓർത്തിരിക്കണം. അതേപോലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇതാണ് എന്താണ്? ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. ഓക്കെ, ഇനി അടുത്ത ഒരു 3 കാര്യങ്ങൾ. ഓക്കെ, അത് ഞാൻ പ്രോബ്ലം ചെയ്യുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം, എന്നാലും ഇതൊന്ന് ഓർത്തിരിക്കണം. ട്രയാങ്കിൾ ലോ ഓഫ് ഫോഴ്സസ്, അതില് ഉണ്ടോ ട്രയാങ്കിൾ ലോ എന്ന് വല്ലോ? പാരലോഗ്രാം ലോ സർ, ട്രയാങ്കിൾ ലോ. യെസ്, ഓക്കെ, 1 minute. ഓക്കെ, ട്രയാങ്കിൾ ലോ ഓഫ് ഫോഴ്സസ്. പിന്നെ രണ്ടാമത്തേതാണ് പാരലലോഗ്രാം ലോ ഓഫ്, അതുണ്ടല്ലേ? പാരലലോഗ്രാം ലോ ഉണ്ടല്ലോ. അതുണ്ട്. ഓക്കെ, പാരലലോഗ്രാം ലോ ഓഫ് ഫോഴ്സസ്. ഓക്കെ, പിന്നെ പോളിഗൺ ലോ ഓഫ് ഫോഴ്സസ് ഉണ്ടോ? പോളിഗൺ അതും കൊടുത്തിട്ടില്ല സർ, ഇത് മാത്രമേ. പിന്നെ ഇക്വിലിബ്രിയം ലോ. ഓക്കെ, നോ പ്രോബ്ലം. അപ്പൊ പാരലലോഗ്രാം കൊടുത്തിട്ടുണ്ടല്ലേ? ഓക്കെ, ശരി. അപ്പം ഇതെന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല. ഒരു ബോഡിയില് ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ ഇതൊരു ബോഡിയാണ്. ഓക്കെ, ഈ ബോഡിയില് 2 ഫോഴ്സ് ആക്ട് ചെയ്യുന്നു എന്ന് വിചാരിക്കും. ഓക്കെ,
സോ ഇങ്ങനെ ഒരു ഫോഴ്സ്, സേ ഇതിന് ഞാനിപ്പോ പി എന്ന് കൊടുത്തു. പി എന്ന് പറയുന്നൊരു ഫോഴ്സ്. പിന്നെ അതേപോലെ തന്നെ ഇതിനത് ഈ ബോഡിയിൽ ക്യൂ എന്ന് പറയുന്ന ഒരു ഫോഴ്സ്, രണ്ട് ഫോഴ്സ് ആക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പം ഈ ബോഡിയിൽ ഈ ആക്ട് ചെയ്യുന്ന ഈ രണ്ട് ഫോഴ്സുകളെ എനിക്ക് ഒരു പാരലലോഗ്രാമിന്റെ സൈഡില് റെപ്രസെന്റ് ചെയ്യാൻ പറ്റിയാൽ, ഓക്കെ, സോ ദിസ് ഈസ് പി, ഓക്കെ, ആൻഡ് ദിസ് ഈസ് ക്യൂ. അതായത് ഈ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന രണ്ട് ഫോഴ്സ് ആണ് പിയും ക്യൂ. ഈ ഫോഴ്സസിനെ അതിന്റെ മാഗ്നിറ്റ്യൂഡും അതിന്റെ ഡയറക്ഷനും എനിക്കൊരു പാരലോഗ്രാമിന്റെ അഡ്ജസന്റ് സൈഡ്സിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റിയാൽ എനിക്ക് അതിന്റെ റിസൾട്ടന്റ് എന്ന് പറയുന്നത് ഈ രണ്ട് പിയും പിയുടെയും ക്യൂയുടെ റിസൾട്ടന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ദാറ്റ് വിൽ ബി ദ ഡയഗണൽ ഓഫ് ദാറ്റ് പാരലോഗ്രാം. ഓക്കെ, റിസൾട്ടന്റ് എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ, റിസൾട്ടന്റ് എന്താണെന്ന് അറിയണം ആദ്യം. റിസൾട്ടന്റ് എന്ന് പറഞ്ഞാൽ ഈ ബോഡിയിൽ എത്ര ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്? രണ്ട് ഫോഴ്സ്, പിയും ക്യൂ എന്ന് രണ്ട് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ രണ്ട് ഫോഴ്സ് ഈ ബോഡിയിൽ ആക്ട് ചെയ്യുമ്പം ഈ ബോഡിക്ക് ചില ചേഞ്ചസ് ഒക്കെ ഉണ്ടാവും അല്ലെ? ഈ ഫോഴ്സ് മൂലം എന്തൊക്കെയോ ചില എഫക്ട്സ് ഈ ബോഡിക്ക് ഉണ്ടാവും. അപ്പം ഞാൻ ഈ ഒരു രണ്ട് ഫോഴ്സിനെ മാറ്റിയിട്ട് വേറെ പുതിയൊരൊറ്റ സിംഗിൾ ഫോഴ്സ് വെച്ച് റീപ്ലേസ് ചെയ്യുമ്പോഴും അതിന് അതേ സെയിം എഫക്ട് ഉണ്ടാവുകയാണെങ്കിൽ ആ പുതിയ ഫോഴ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? റിസൾട്ടന്റ് എന്ന് പറയുന്നത്. റിസൾട്ടന്റ് മനസ്സിലായോ പറഞ്ഞ? അതായത് ഈ രണ്ട് ഫോഴ്സ് പി എന്ന് പറയുന്ന ഫോഴ്സും ക്യൂ എന്ന് പറയുന്ന ഫോഴ്സും. ഹലോ സാർ. വരുൺ കേൾക്കാമോ? ഇപ്പൊ കേൾക്കാം. ഓക്കെ, ഹലോ കേൾക്കാം സാർ, ഇപ്പൊ കേൾക്കാം. ഓക്കെ 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 അപ്പൊ വൺസ് അഗൈൻ ഞാൻ വൈറ്റ് ബോർഡിൽ എഴുതുന്ന കാണുന്നുണ്ടോ? ഇല്ല സാർ, വൈറ്റ് ബോർഡ് വന്നോ? ഇല്ലില്ല. വന്നോ നോക്കി? ഇല്ല സാർ, വന്നിട്ടില്ല. ഇപ്പോഴോ? ഇല്ല സാർ, സ്ക്രീൻ ഷെയർ ആയിട്ടില്ലെന്ന് തോന്നുന്നു. ഷെയർ ആയിട്ടുണ്ട്. ഇപ്പോഴോ? ഒരു മിനിറ്റ് സാർ. ഇല്ല വന്നിട്ടില്ല സാർ. ഓക്കെ, ഞാനിവിടെ ഷെയർ ആയിട്ടുണ്ട്. മേ ബി ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം. ഓക്കെ, ഇപ്പൊ വന്നോ? ഇല്ല ഇല്ല സാർ, വന്നിട്ടില്ല. ഇപ്പൊ എന്തോ കാണുന്നു? ഇപ്പൊ ഞാനൊരു സ്ക്രീൻ ഷെയർ ചെയ്തു. ഇപ്പൊ വല്ല വന്നോ? ഗൂഗിൾ? ഇല്ല, സാറിന്റെ പ്രൊഫൈലാ കാണുന്നത്. ഓക്കെ, മേ ബി എന്തോ പ്രോബ്ലം ഉണ്ടല്ലോ. ഹലോ വരുൺ, കേൾക്കാമോ? കേൾക്കാം സാർ. ഓക്കെ, സ്ക്രീൻ വന്നോ നോക്കിയേ അവിടെ? ഇപ്പൊ കാണാം സാർ, ഇപ്പൊ കാണാം, വൈറ്റ് ബോർഡ് കാണാം. ഓക്കെ, ശരി.
ശരി, അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് പാരലോഗ്രാം ലോ ഓഫ് ഫോഴ്സ് ആണ്. അപ്പൊ എഴുതുന്ന കാണുന്നുണ്ടോ? പാരലോഗ്രാം ഇപ്പം ഞാനിവിടെ എഴുതുന്ന ബോർഡ് കാണാം സർ. ഞാനിവിടെ എഴുതുന്നുണ്ട്. അവിടെ കാണാം സർ. കുറച്ച് സ്ലോ ആണ്. സ്ലോ. ഓക്കെ. സോ പാരലോഗ്രാം ലോ ഓഫ് ഫോഴ്സസ്. ഓക്കെ, അതായത് സംഭവം ഇത്രയേ ഉള്ളൂ. ഒരു ബോഡി, ദിസ് ഇസ് ബോഡി അല്ലെങ്കിൽ ഒരു പാർട്ടിക്കിൾ, ആൻഡ് ഇതില് ഞാൻ ഒരു ഫോഴ്സ് പി എന്ന് പറയുന്ന ഒരു ഫോഴ്സും ക്യൂ എന്ന് പറയുന്ന ഒരു ഫോഴ്സും ആക്ട് ചെയ്യുന്നു. അപ്പൊ ഈ ബോഡിക്ക് എന്തോ ചേഞ്ച് ഉണ്ടാവും. ഈ രണ്ട് ഫോഴ്സുകളെ ഞാൻ വേറൊരൊറ്റ സിംഗിൾ ഫോഴ്സ് വെച്ച് റീപ്ലേസ് ചെയ്താൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ദാറ്റ് ഈസ് കോൾഡ് റിസൾട്ടന്റ്. ഓക്കെ, അപ്പൊ എങ്ങനെ നമുക്ക് റിസൾട്ടന്റ് കണ്ടുപിടിക്കാം? റിസൾട്ടന്റ് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഈ രണ്ട് ഫോഴ്സുകളെ ഒരു പാരലോഗ്രാമിന്റെ രണ്ട് സൈഡ്സിൽ, അതായത് പി എന്ന് പറയുന്ന ഒരു ഫോഴ്സും ക്യൂ എന്ന് പറയുന്ന ഫോഴ്സിനെയും എനിക്ക് മാർക്ക് ചെയ്യാൻ പറ്റിയാൽ അതിന്റെ ആ പാരലോഗ്രാമിന്റെ ഡയഗണൽ എത്രയാണോ ആ ഡയഗണൽ ആയിരിക്കും എന്ത്? ഈ രണ്ട് ഫോഴ്സുകളുടെ റിസൾട്ടന്റ് എന്ന് പറയുന്നത്. ദാറ്റ് റെപ്രസെന്റ്സ് ദ റിസൾട്ടന്റ്. ഓക്കെ, ക്ലിയർ? ക്ലിയർ ആണോ പാരലോഗ്രാം? ഓക്കെ, പാരലോഗ്രാം ലോ ക്ലിയർ അല്ലേ? ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് ദ അടുത്തത് പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി എന്ന് എഴുതിയിട്ടുണ്ടോ അതില് ടെക്സ്റ്റ് ബുക്കിൽ? പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി ഉണ്ട് സർ. ഉണ്ട്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ നെക്സ്റ്റ് ടോപ്പിക്. പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി. ഓക്കെ, സോ പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി എന്താന്ന് വെച്ചാൽ സിമ്പിൾ ഒരു ഫിഗർ വരച്ച് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഓക്കെ, സോ ദിസ് ഈസ് ദ റിജിഡ് ബോഡി. അതിലൊരു പിക്ചർ വല്ലതും കൊടുത്തിട്ടുണ്ടോ അതിൽ? പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി എന്ന് പറഞ്ഞിട്ട് ഉണ്ടോ? എന്തോ സർ? അതിലെ ഒരു ഫിഗർ വല്ലതും കൊടുത്തിട്ടുണ്ടോ അവിടെ? ഹലോ സർ. ഹലോ, കേൾക്കാമോ? ഉണ്ട് സർ. ലൈൻ ഓഫ് ആക്ഷൻ ഉണ്ട്. കേൾക്കാം സർ. ഓക്കെ, ഒരു 3 ഡീഫോംഡ് ആയിട്ടുള്ള ഫിഗേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഓക്കെ, ശരി, കറക്റ്റ്. അതായത് ഇപ്പം ഞാൻ എന്റെ സ്ക്രീൻ കാണുന്നുണ്ടല്ലോ, ഇപ്പം കാണുന്നുണ്ടോ? കാണാം സർ. ഓക്കെ, ഇതില് ഈ റിജിഡ് ബോഡി, യെസ്, ഓക്കെ, ഈ റിജിഡ് ബോഡിയില് എ എന്ന് പറയുന്ന പോയിന്റിൽ ഞാൻ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നു. എഫ് എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നു, കണ്ടല്ലോ? അപ്പൊ ഈ ബോഡിയില്, ഈ റിജിഡ് ബോഡിയിൽ ഞാൻ ഈ ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് ഈ ബോഡിക്ക് എന്ത് സംഭവിക്കും? ഈ ബോഡിക്ക് ഈ ഫോഴ്സ് കാരണം ഈ ബോഡിക്ക് ഒരു എഫക്റ്റ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ എനിക്ക് ഈ ഫോഴ്സിനെ ഞാനിപ്പോ ഈ ഫോഴ്സിനെ ഈ എ എന്നുള്ള പോയിന്റിൽ നിന്ന് മാറ്റി ഞാൻ ബി എന്നുള്ള പോയിന്റില്, ദിസ് ഇസ് പോയിന്റ് ബി. ഓക്കെ, സോ ഈ ബി എന്നുള്ള പോയിന്റില് ഇതേ സെയിം ഫോഴ്സ് ബി എന്നുള്ള പോയിന്റിലോട്ട് ഞാൻ മാറ്റി. ഓക്കെ, അപ്പം ഈ എയില്, എ എന്ന് പറയുന്ന പോയിന്റില് ഈ എഫ് ആക്ട് ചെയ്യുമ്പോൾ എന്ത് എഫക്റ്റ് ആണോ ഈ ബോഡിക്ക് ഉണ്ടാകുന്നത് അതേ സെയിം എഫക്റ്റ് തന്നെ ആയിരിക്കും ഈ ബി എന്ന് പറയുന്ന പോയിന്റില് ഈ ഫോഴ്സ് ആക്ട്. ഹലോ വരുൺ, കേൾക്കാമോ? വരുൺ, കേൾക്കാം സർ. ഇപ്പൊ കേൾക്കാം സർ. ഓക്കെ, നെറ്റിന്റെ ഒരു ചെറിയ ഇഷ്യൂ ഉണ്ട്, അതുകൊണ്ടാട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി. ബോർഡ് വിസിബിൾ അല്ല. ഓക്കെ, ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ഒന്നോ നോക്കി. ഇല്ല സാർ, വന്നിട്ടില്ല. ഇല്ല. ഓക്കെ, മേ ബി ഞാൻ നാളെ അത് കറക്റ്റ് ചെയ്യാം. ബിക്കോസ് എന്റെ ഹോട്ട്സ്പോട്ടിന്റെ ഒരു പ്രോബ്ലം ആണ് അത്, കേട്ടോ? നോ പ്രോബ്ലം. ഓക്കെ, ഇപ്പൊ കാണാം.
ഇല്ല സാർ, വന്നിട്ടില്ല. വന്നിട്ടില്ല. ഓക്കെ, അപ്പൊ ഒരു കാര്യം ചെയ്യാൻ വരണേ. അപ്പൊ തൽക്കാലം ഞാൻ ഇന്ന് അത് സ്റ്റോപ്പ് ചെയ്യാം. കാരണം അത് വന്നെങ്കിലേ അത്